അമ്മ ഒരു നിമിഷം ഒന്ന് വന്നേ. കാര്യമുണ്ട്. വല്ലതും വീഴുന്നതിനാണെങ്കിൽ കുറച്ച് സമയമാവും. ഇത് മുഴുവൻ അലക്കി കഴിയണം. അതല്ല, ഒരു പ്രശ്നം ചർച്ച ചെയ്യാനാ. മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കടാ. ഈ മൂരാച്ചി കേൾക്കാൻ പാടില്ല. കൊന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല. അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം അറിയാൻ പോകുന്ന കാര്യ. അമ്മേ, ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഞാനൊരു ബദൽ രേഖ സമർപ്പിച്ചു. ഹെഡ് മാസ്റ്റർ എന്നെ പുറത്താക്കി. എന്തെന്ത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിന്ന്? ആഹാ, അത്രേ ഉള്ളൂ. പുറത്താക്കാൻ വൈകിയതിൽ എനിക്ക് അത്ഭുതമുള്ളൂ. ഞാൻ ചില വിട്ടുവീഴ്ചകൾക്ക് ഒരുങ്ങിയാണ് എന്റെ സംഘടനയ്ക്ക് വേണ്ടി. എന്താണാവോ? രക്ഷിതാവിനെ കൊണ്ടുചെന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തി. അതെന്റെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് അമ്മ എനിക്കൊരു രക്ഷിതാവിനെ ഏർപ്പാടാക്കി തരണം. വലിയേട്ടൻ എന്ന കേന്ദ്രത്തോട് തൽക്കാലം പറയണ്ട. എന്ത് പറയാനാ ശ്രീധര? ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യപ്പറ്റില്ലാത്ത കുട്ടി. എവിടെ പോവാന്ന് നേരിട്ട് പറയാൻ മടിച്ചിട്ട് കടലാസിൽ എഴുതി വെച്ചിരിക്കുക മുറിയില്. ബീച്ചിലേക്ക് പോവാണ്, വൈകുന്നേരം തിരിച്ചെത്തുന്നു. ഓഹോ, തനിച്ചാണോ പോയത്? ആ, ഗേറ്റ് കിടന്നപ്പോഴാണ് ഞാൻ കണ്ടത്.